നടരാജ വിഗ്രഹം അല്ലെങ്കിൽ താണ്ഡവ നൃത്തം എന്ന് പറയുന്നത് പല ആൾക്കാർക്കും അറിയുന്നത് ഇത് വെറും ഒരു സ്റ്റാച്ചു അല്ലെങ്കിൽ ഒരു ബ്രോൺസ് ഐഡൽ മാത്രമായിട്ടാണ് എല്ലാവർക്കും അറിയുന്നത്. നാഡികളുടെ എണ്ണം, ശ്വാസങ്ങളുടെ എണ്ണത്തിനൊക്കെ അനുസരിച്ചിട്ട് ഒരു ഹ്യൂമൻ ബോഡിയുടെ പല കോൺഫിഗറേഷൻസ് അനുസരിച്ചിട്ടാണ് ചിദംബരം ക്ഷേത്രത്തിനെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഈ അറയുടെ തൊട്ടടുത്ത് നടുക്കായിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ നടരാജ വിഗ്രഹം ഇരിക്കുന്നത്. അതാണ് ലോകത്തിലെ ആദ്യത്തെ നടരാജ വിഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാം. നൃത്തം ആയി മാറിയ നർത്തകനാണ് നടരാജൻ. അത്ര ലയാണ്. അതുകൊണ്ടാണ് ആ നർത്തകൻ തന്നെ വിഗ്രഹമായതാണ്, ആ നൃത്തം വിഗ്രഹമായതാണ് നടരാജൻ. ശരത്തേട്ടനിപ്പം ഇതിൻ്റെ ആ ഒരു സ്റ്റാർട്ട് ഒരു കഥയും പറഞ്ഞു, അതിൻ്റെ ഒരു മറ്റേ ആംഗിളിലുള്ള കഥ പറയുമ്പോൾ റിലേറ്റ് ചെയ്യാനും പെട്ടെന്ന് പറ്റുകയും ചെയ്യും ആൾക്കാർക്ക്. അപ്പം എന്നെ പോലുള്ള ഒരാൾക്ക് പെട്ടെന്ന്, ഞാൻ ഈ ഓഡിയോ വിഷ്വൽസിൻ്റെ ആളായതുകൊണ്ട് കഥയായിട്ട് പറയുമ്പോൾ എനിക്ക് കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ് ആണ്. നമ്മുടെ ആധ്യാത്മിക സമ്പത്തിൻ്റെ, സാംസ്കാരിക സമ്പത്തിൻ്റെ ഗ്രേറ്റ്നെസ് ആയാലും നമുക്ക് കഥയും പറയാനുണ്ട്, കാമ്പും പറയാനുണ്ട്, രണ്ടും ഉണ്ടേ. അതെ അതെ അതെ. മറ്റേത് കഥയില്ലാണ്ട് ഒരു തിയറി മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതാണല്ലോ ഇന്ത്യൻ തോട്ടിൻ്റെ ബ്യൂട്ടി. അതെ അതെ. നമ്മളിതിൻ്റെ ഒരു ഫസ്റ്റ് സെഗ്മെൻ്റായിട്ട് ഞാൻ ഉദ്ദേശിച്ചത് ഈ പർട്ടിക്കുലർ സ്ട്രക്ചറിൻ്റെ, ഈ പർട്ടിക്കുലർ വിഗ്രഹത്തിൻ്റെ, ഒരു ബ്രോൺസ് ഐഡലിൻ്റെ ഇതിൽ കുറേ സിമ്പിൾസ് ഉണ്ട് ഇതിനകത്ത്. ഒരു സർക്കിളിലാണ് കുറേ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. തീയിൻ്റെ ഫയർ ഓഫ് സർക്കിളിലാണ്. ഇത് കൂടാണ്ട് ഇതിനകത്ത് കുറേ കൈ കൊണ്ടുള്ള കുറേ മുദ്രകളുണ്ട്. ഒരു കയ്യിൽ ഡമ്മരും ഉണ്ട്, ഒരു കയ്യിൽ മറ്റേ ഫയറിൻ്റെ ഒരു ഇതുണ്ട്, കാല് ഉയർത്തി വെച്ചിരിക്കുന്ന ഒരു സ്ട്രക്ചറുണ്ട്. അപ്പം ഈ സിമ്പിൾസും ഈ മീനിങ്സിനും റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സെഗ്മെൻറ്റാണ് ആസ് എ ഫസ്റ്റ് സെഗ്മെൻറ്റ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ ഈ നടരാജ നർത്തനം, ഇതും താണ്ഡവ നൃത്തവും ഒന്ന് തന്നെയാണോ? ഒന്നാണ്. താണ്ഡവം നടരാജ നൃത്തത്തിൻ്റെ എന്താ പറയുക, ഒരു പൂർണ്ണാവസ്ഥയാണ്. നമ്മൾ മെല്ലെ തുടങ്ങി പിന്നെ അതിൻ്റെ ഒരു ഫുൾ ഫ്ലഡ്ജ്ഡ് വേർഷൻ വരില്ലേ, ഇത് തന്നെയാണ് താണ്ഡവം എന്ന് പറയുമ്പോൾ. നമ്മൾ ഈ ഭഗവാന്റെ ചില വിശേഷണങ്ങൾ, അഡ്ജക്റ്റീവ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ചില പ്രയോഗങ്ങൾക്കൊക്കെ, മന്ത്രത്തിന് മാത്രമല്ല ധ്യാനാദികളിലൊക്കെ അങ്ങനെയുണ്ട്. താണ്ഡവപ്രിയായ എന്ന് വരും. ഓക്കെ. വേറൊരു വാക്ക് 13th ലൂണാർ മാൻഷൻ, ലൂണാർ ഇത് വരുമല്ലോ, ഡേ, 13 ലൂണാർ ഡേ, അതായത് തിഥി, ത്രയോദശാധിപതയെ എന്ന് പറയും. അതായത് ആ ഫോമിൻ്റെ ആധിപത്യം 13th ഡേയിലാണ്. അതൊരു മിസ്റ്റിക്കായിട്ടുള്ളൊരു, വളരെ മിസ്റ്റേക്കായിട്ടുള്ള ഉപാസകർക്ക് മാത്രം ആവശ്യമുള്ളൊരു കാര്യമാണ്. അത് നമുക്കിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് പ്രദോഷ ദിവസം പ്രദോഷ നൃത്തം എന്ന് നമ്മൾ പറഞ്ഞത്. പ്രദോഷ നൃത്തം, താണ്ഡവ നൃത്തം, നടരാജ നൃത്തം ഒക്കെ ഒന്ന് തന്നെയാണ്. അതിൽ താണ്ഡവം വാരിയിങ് ഡിഗ്രീസിലുള്ള ഇൻറ്റൻസിറ്റി നോക്കിയാൽ താണ്ഡവ നൃത്തം അതിൻ്റെ ഹൈറ്റാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ താണ്ഡവാവസ്ഥയിലാണ് ഡാൻസർ ബിക്കംസ് ഡാൻസ്, ഫോമായി മാറുന്നത്. തണ്ഡു അഥവാ തണ്ഡി എന്ന് പറയുന്ന ആൾ ചെയ്തത് കൊണ്ട് താണ്ഡവം എന്നും പറയാറുണ്ട്. തണ്ഡി ശിവൻ്റെ തന്നെ ഒരു ഫോമായിട്ടും, ശിവൻ്റെ ഒരു ഡിസൈപ്പിളായിട്ടും, നന്ദികേശ്വരൻ്റെ തന്നെ ഒരു ഫോമായിട്ടും ഒക്കെ പറയാറുണ്ട്. അത് പിന്നെ നമുക്ക് ഫർദർ പിന്നെ അത് എനിക്ക് തോന്നുന്നു അത് കുറേ കൂടെ എന്താ പറയുക, ഒരു ഡീറ്റെയിലായിട്ട് പഠിക്കുമ്പോൾ അറിയേണ്ട കാര്യങ്ങളാണ്. എന്തായാലും ഇത് മൂന്നും ഒന്നാണ്. ഈ പർട്ടിക്കുലർ ഈ സ്ട്രക്ചറിനുള്ള സിമ്പിൾസ് അത് പറയുന്നത് വെറുമൊരു ഡാൻസ് മൂവ് മാത്രമല്ല എന്നാണ് പറയുന്നത്. നേരത്തെ ശരത്തേട്ടൻ തന്നെ പറഞ്ഞു അത് യൂണിവേഴ്സിൻ്റെ ഒരു ഋതമാണ് എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ പർട്ടിക്കുലർ യൂണിവേഴ്സിൻ്റെ ക്രിയേഷൻ, പ്രിസർവേഷൻ, ഡെസ്ട്രക്ഷൻസ്, ഈ പറഞ്ഞ പോലെ എല്ലാ 5 ഫോംസും വരുന്നുണ്ട്. സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, തിരോഭാവം, അനുഗ്രഹം. ഈ 3 ഫോമും വരുന്നുണ്ട്. 5 ഫോമും വരുന്നുണ്ട്. ലളിതാ സഹസ്രനാമത്തിൽ പഞ്ചകൃത്യപരായണ എന്ന് പറയുമല്ലോ, അത് തന്നെ. അപ്പം ഈ 5 ഫോമും വരുന്നതിന് ഇതിനെ എങ്ങനെയായിരിക്കും നമുക്ക് ഇത് നേരത്തെ പറഞ്ഞ പോലെ ഈ സിമ്പിളിനെ എങ്ങനെയായിരിക്കും ഒരാൾക്ക് ഒരു നോർമൽ ഇതിലുള്ള ഒരു സ്ട്രക്ചറിൽ എങ്ങനെ മനസ്സിലാക്കിക്കാൻ പറ്റും? അതിന് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? അതോ ഇതിനൊരു പറ്റായൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് തന്നെ പറ്റും. എൻഡ് ഓഫ് ദി ഡേ ഫിസിക്സ് എപ്പോഴും മോഷൻ അന്വേഷിച്ച് പോകണു, മോഷൻ്റെ സ്റ്റഡീസാണ്. നോക്കിക്കഴിഞ്ഞാൽ എന്താ ഇപ്പോൾ നമ്മൾ ഒരു ക്വാണ്ടം ഫിസിക്സിലാണെങ്കിൽ പാർട്ടിക്കിൾ ഫിസിക്സിലൊക്കെ സംഭവിക്കണം എന്താ വെച്ചാൽ, പാർട്ടിക്കിൾസ് ഉണ്ടാവുന്നു, നിലനിൽക്കുന്നു, ആ നിലനിൽക്കുമ്പോൾ ഇൻട്രാക്ട് ചെയ്യുന്നു,
ഇല്ലാണ്ടായി പോകുന്നു. ഇത് തന്നെ സംഭവിക്കുന്നത്. ഇത് തന്നെയാണ് സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്ന് പറയുന്നത്. നമ്മൾ പക്ഷെ എന്താ വെച്ചാൽ ആ സംഹാരത്തിൻ്റെ അപ്പുറത്ത് വീണ്ടും അടുത്ത് സൃഷ്ടി ഉണ്ടാവുന്നതിന് മുമ്പുള്ള 2 സ്റ്റേജിനെ കുറിച്ച് സയൻസിന് ഇന്നും കാര്യമായിട്ട് വിവരമില്ല. അതിന് ഈ തിരോഭാവവും അനുഗ്രഹവും. അതിപ്പോൾ നമ്മളൊരു നാടൻ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഒരു വസ്തു ഉണ്ടാക്കി, അത് കുറക്കാലം നിലനിന്നു, എന്നിട്ട് വീണ്ടും അതിനെ നമ്മൾ അതിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻ്റ് എലമെൻറ്റുകളായിട്ട് പൊടിക്കുകയാണ്. ഓക്കെ, നമുക്കൊരു സാധനം നശിപ്പിക്കാനേ പറ്റുള്ളൂ, കോൺസ്റ്റിറ്റ്യുവൻ്റ് എലമെൻ്റായിട്ട് പൊടിപ്പിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ തമാശയ്ക്ക് ചില പ്രഭാഷണത്തിൽ പറയാറുണ്ട്, നിങ്ങൾക്ക് സാമ്പാർ ഉണ്ടാക്കാം, സൃഷ്ടി സാമ്പാർ ഉണ്ടാക്കി വെച്ചു, കുറച്ച് നേരം കഴിക്കുക കേട്ടോ, അത് സ്ഥിതി എന്ന് വിചാരിച്ചോളൂ. സംഹാരം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേര് ആ സാമ്പാർ എടുത്തിട്ട് കൊട്ടി കളയുക, അല്ലെങ്കിൽ അത് നശിപ്പിച്ച് കളയുക. ഇതാണ് സാമ്പാർ ഉണ്ടാക്കിയ അതിൻ്റെ ചേരുവകളെ തിരിച്ചതിന്ന് ഉണ്ടാക്കാൻ പറ്റുമോ നമുക്ക്? ഇത് പറ്റില്ല. ശരിക്ക് എന്തുണ്ടായിരുന്നോ അതിൻ്റെ തിരിച്ച് ആ ചേരുവകളെ തിരിച്ച് അതിന് വേർതിരിച്ചെടുത്ത് പഴയ മാതിരി കുപ്പികളിലാക്കി വെക്കലുണ്ട്. ആ വേർതിരിച്ചെടുക്കലാ സംഹാരം. കുപ്പികളാക്കിയിട്ട് അടുത്ത സൃഷ്ടിക്ക് സൂക്ഷിച്ച് വെക്കലാ തിരോഭാവം. ഓക്കെ, അനുഗ്രഹം അതിന്ന് വേണ്ടത് വീണ്ടും എടുക്കലാ. മനസ്സിലായില്ലേ? ഓക്കെ, അതിനെ കാത്തു സൂക്ഷിച്ച് വെച്ച് ആവശ്യാനുസരണം എടുത്ത് പുതിയ സൃഷ്ടിക്ക് കൊടുക്കുക. ഓക്കെ. അതുകൊണ്ടാണ് ഈ സംഹാരത്തിന് ഇത്രയ്ക്ക് ഇമ്പോർട്ടൻസ്. മന്ത്രങ്ങളിൽ പോലും ശ്രദ്ധിച്ച സംഹാരബീജം ആണ് പല മന്ത്രങ്ങളും ആദ്യം. ഇപ്പോൾ ബാലാമന്ത്രത്തിൻ്റെ ആദ്യത്തെ ബീജം നമ്മൾ സരസ്വതിയുടെ ബീജം, വാഗ്ഭവ ബീജം എന്നൊക്കെ പറയും. ഇതിനെ സരസ്വതിയിലെ വാഗ്ഭവ ബീജം എന്നൊക്കെ പറയും. അത് സംഹാരത്തിൻ്റെ ബീജമാണ്. ഓക്കെ, സൃഷ്ടി, സ്ഥിതി, സംഹാരത്തിൻ്റെ ക്രമത്തിൽ പറഞ്ഞതിന് പകരം സംഹാരം, സൃഷ്ടി, സ്ഥിതി എന്നാണ് പറയണത്. അപ്പോൾ സംഹാരത്തിന് എപ്പോഴും പ്രാധാന്യമുണ്ട്. സംഹാരത്തിൽ നിന്ന് സൃഷ്ടി ഉണ്ടാവുള്ളൂ. എന്തെങ്കിലും സംഹരിക്കപ്പെടാതെ ഇപ്പുറത്ത് സൃഷ്ടിക്കാൻ പറ്റില്ല. അതെ, മനസ്സിലായില്ലേ? അപ്പോൾ കോർ ഭാവം സംഹാരത്തിൻ്റെ ആണ്. കോർ ഭാവം എപ്പോഴും സംഹാരത്തിൻ്റെ ആണ്. ശിവൻ്റെ ജനറലി ശിവൻ്റെ സിമ്പിൾ തന്നെ അതിലാണല്ലോ വരണത്. എല്ലാറ്റിനെയും ഹരിച്ച് ഇല്ലാണ്ടാക്കണ, ഇങ്ങനെ പൊടിയായിട്ട് അതിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസ്, അതിൻ്റെ അടിസ്ഥാന ഘടകങ്ങളാക്കിയിട്ട് മാറ്റുക എന്ന് നമ്മൾ പറയും. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട് അവിടെ നിൽക്കുക തന്നെ. നടരാജമൂർത്തിയുടെ നിറം വെളുപ്പാണ്. നമ്മളാരും വിഗ്രഹമായതുകൊണ്ട് നിറം ചിന്തിക്കാറില്ല. ധ്യാനത്തിൽ വരുമ്പോൾ നിറം വെളുത്തും, കഴുത്ത് നീലകണ്ഠമാണ്, കമ്പൽസറിയാണ്. കഴുത്ത് നീലകണ്ഠായിരിക്കണം, നിർബന്ധമാണ്. അതിന് വലിയൊരു ഇതുണ്ട്. മന്ത്രവും ചില ധ്യാനങ്ങളൊക്കെ തന്നെ നടരാജൻ്റെ അവസാനിക്കുന്നത് നടരാജായ എന്ന് പറഞ്ഞിട്ടല്ല അവസാനിക്കുക, നീലകണ്ഠായ എന്നാണ്. ഒന്നും കാണാണ്ട് ഒരു വേർഡും ഒരാചാര്യനും എവിടെയും വെക്കില്ല. ഞാൻ എപ്പോഴും കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇപ്പോൾ ചില കോണ്ടെക്സ്റ്റ്, ഇപ്പോൾ രാമായണത്തിലെടുത്താൽ ചില സ്ഥലത്ത് രാഘവ എന്ന് വിളിക്കും, ചില സ്ഥലത്ത് ദാശരഥയെ വിളിക്കും, ചില സ്ഥലത്ത് സീതാപതയെ വിളിക്കും, ചില സ്ഥലത്ത് രാമ എന്ന് തന്നെ വിളിക്കും, ചില സ്ഥലത്ത് ലക്ഷ്മണ സോദര എന്ന് വിളിക്കും. സൂക്ഷ്മമായിട്ട് നോക്കിയാൽ കാണാം, അത് വെറുതെ ഒരു രസത്തിന് വേണ്ടിയിട്ട് ഒരു വെറൈറ്റിക്ക് ഈ പേര് വിളിക്കാം തൽക്കാലം പറഞ്ഞ് വെച്ചിട്ടുള്ളതല്ല. ആ കോണ്ടെക്സ്റ്റിൽ ആ വേർഡായിരിക്കും, ആ വേർഡ് റിലേറ്റഡ് മീനിങ് ആയിരിക്കും ഏറ്റവും ആപ്റ്റായിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് അതോടെ ഉപയോഗിക്കുന്നത്. ഇന്നത്തെ മാതിരി തോന്നുന്ന മാതിരി ഒരു പദം, ഇന്നത്തെ സിനിമാ പാട്ട് മാതിരി ഒരു ബന്ധമില്ലാത്ത കുറേ വാക്ക് കുത്തിച്ചേർത്തിട്ട് ട്യൂണിനനുസരിച്ചിട്ട് കാലിനെ ചെരുപ്പിനനുസരിച്ച് മുറിക്കുന്ന പോലുള്ള പരിപാടിയല്ല. അപ്പം ഒരു കറക്റ്റ് പ്ലേസ്മെൻ്റ് ഉണ്ടാവും. അതേമാതിരി തന്നെയാണ് ശിവൻ്റെ ഓരോ എലമെൻറ്റും. 8 കൈയുള്ള, 16 കൈയുള്ള, 24 കൈയുള്ള, 32 കൈയുള്ള, 108 കൈയുള്ള നടരാജനുണ്ട് മന്ത്രത്തിൽ, മന്ത്രമൂർത്തികളുണ്ട്. പക്ഷെ നമ്മൾ സങ്കല്പത്തിൽ, ചിദംബരത്തെയൊക്കെ സങ്കല്പത്തിൽ, സാധാരണ സങ്കല്പത്തിൽ 4 കൈ. മാന്ത്രികത്തിൽ, തന്ത്രത്തിൻ്റെ വിശാല ഭൂമികയിൽ ലൈക്ക് ആ ഗ്രേറ്റ് ക്യാൻവാസിൽ അത് അവിടെ അങ്ങനെ പലതും ഉണ്ടാവും, പല ഉപാസകർ. ഇപ്പോൾ അശോക് പ്രാർത്ഥിച്ചപ്പോൾ, അശോക് ഉപാസന ചെയ്തപ്പോൾ 8 കൈ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഉപാസിച്ചപ്പോൾ 12 കൈ കണ്ടിട്ടുണ്ടാവും. വേറൊരാൾ ഉപാസിച്ചപ്പോൾ 24 കൈ കണ്ടിട്ടുണ്ടാവും. ഞാൻ കണ്ടത് ശരി എന്ന് പറയാൻ പറ്റില്ല. അതാണ് സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും പ്രത്യേകത, ഈ ഫ്ലെക്സിബിലിറ്റിയാണ്. കാരണം പ്രപഞ്ചത്തിന് ഇങ്ങനെ എന്ന് നമ്മൾ പറയണമെന്ന് പക്ഷേ അത് അങ്ങനെ അല്ല എന്ന് വരും. ഫ്രെയിമിലടിക്കാൻ പറ്റില്ല. എന്നാലും നമ്മളൊരു ജനറിക്കായിട്ട് ഇത് എടുക്കണം. ആ ജനറിക്കായിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് നടരാജൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷൻ എന്ന് നമ്മൾ പറയുന്നത് ഭഗവാന്റെ ആ കുത്തി നിൽക്കുന്ന കാല. ഈ കുത്തി നിൽക്കുന്ന കാല സ്ഥിതികാരകത്വത്തിനെ കാണിക്കുന്നതാണ്. അതിങ്ങനെ അതിൻ്റെ സ്റ്റെബിലിറ്റിയാണ്. അതായത് ഈശ്വരൻ ഏതവസ്ഥയിലും ഏതൊരു വസ്തുവാണോ അല്ലെങ്കിൽ എന്തൊന്നാണോ ഒരു ചേഞ്ചും ഇല്ലാണ്ട് നിൽക്കുന്നത്
അതാ കാല. ആ സ്റ്റെബിലിറ്റിയാണ് കാണിക്കുന്നത്. ആ സ്റ്റെബിലിറ്റിയിലാണ് ബാക്കി എൻറ്റയർ ഫൗണ്ടേഷൻ, ദി എഡിഫിസ് ഓഫ് യൂണിവേഴ്സ് ഇസ് ബിൽറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. പിന്നത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആ ഡക്കയാണ്. ആ ഡക്ക വാസ്തവത്തിൽ നടരാജൻ ആസ് എ ഹോൾ റെപ്രസെൻ്റ് ചെയ്യണ ആ ഋതത്തിൻ്റെ മുഴുവൻ കൺട്രോൾ അതിലാണ്. ഇപ്പം കഥകളിയിൽ നമ്മൾ പാട്ട് പാടുമ്പോൾ ആരുടെ കയ്യിലാണ് കൺട്രോള്? നമ്മൾ വിചാരിക്കും നടൻ്റെ കയ്യിലാണെന്ന്. ചിലർ പറയും അല്ല ചെണ്ടയാണ്, ചിലർ പറയും മദ്ദളത്തിൽ. അല്ല, പൊന്നാനി പ്രധാന പാട്ടുകാരൻ്റെ കയ്യിലെ ചേങ്ങലയുണ്ടല്ലോ, അതിലാണ് മൊത്ത രംഗത്തിൻ്റെ കൺട്രോൾ. ആ ആളാണ് ആ രംഗം അവിടെ കൺട്രോൾ ചെയ്യുന്നത്. ഇതേപോലെ ഈ ഡക്കയാണ് ഇത് മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത്. നൃത്താവസാനേ നടരാജരാജോ നനാദടക്കാം നവപഞ്ചവാരം ഉദ്ധർത്തുകാമാൻ സനകാദി സിദ്ധാൻ ഏതദ്വിമർശേ ശിവസൂത്രജാലം എന്നാണ് ലാംഗ്വേജസിൻ്റെ തന്നെ ബേസിക്സ് ആയിട്ടുള്ള 14 മഹേശ്വര സൂത്രങ്ങൾ ഉത്ഭവത്തിനെ പറ്റി പറഞ്ഞു. നൃത്തത്തിൻ്റെ അവസാനത്തിൽ നടരാജരാജൻ ഭഗവാൻ നനാദടക്കാം നവപഞ്ചവാരം 14 പ്രാവശ്യം ചതുർദശവാരം എന്ന് പറഞ്ഞതിന് പകരം നവപഞ്ചവാരം എന്ന് പറഞ്ഞു. 9 പ്രാവശ്യം ആദ്യം ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് 5 പ്രാവശ്യം പിന്നെയും. ഒറ്റയടിക്ക് 14 പ്രാവശ്യം കൊട്ടിയെന്നല്ല പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ 14 സൂത്രങ്ങൾ. അതാണ് പാണിനി കേട്ടതും ഭാഷയുടെ അടിസ്ഥാനം. ആ 14 സൂത്രങ്ങളിലല്ലാണ്ട് ലോകത്തിൽ ഒരു ഭാഷയില്ല. കാരണം അത് വർക്ക് സ്പേസിൽ ചെയ്ത ആളാണ് ഞാൻ. ലാംഗ്വേജ് സ്കെയിൽ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് വർക്ക് സ്പേസിൽ ഞാൻ ചുമ്മാ ഇരുന്നിട്ട് പറയണല്ല, ഞാൻ അടങ്ങുന്ന ഒരു ജർമ്മൻ ടീം നമ്മളിരുന്ന് ചെയ്തതാണ്. ഈ 14 ശബ്ദങ്ങൾ വെച്ചിട്ട് ഈ 14 സൂത്രങ്ങളല്ലാതെ ലോകത്തിൽ ഒരു ഭാഷയില്ല. കാരണം ഈ 14 ഈ സിസ്റ്റങ്ങളാണ്, ഈ സൂത്രങ്ങളാണ് മനുഷ്യൻ്റെ നാക്കിന്, തൊണ്ടയ്ക്കും, പല്ലിനും, ഈ പാലേറ്റിനും കൂടെ ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇത് നമ്മുടെ പരിമിതിയാണ്. പ്രകൃതി നമ്മൾ അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒരു മനുഷ്യന് ഉണ്ടാക്കാൻ പറ്റുന്ന ശബ്ദങ്ങളുടെ റേഞ്ച് 14 എണ്ണമാണ്. ഇതിൻ്റെ കോമ്പിനേഷൻ പെർമുട്ടേഷനിലാണ് കൊറിയൻ ആയാലും ജാപ്പനീസ് ആയാലും റഷ്യൻ ആയാലും ഹിന്ദി ആയാലും സംസ്കൃതം ആയാലും തമിഴായാലും മലയാളമായാലും അറബി ആയാലും എന്താ പറയുക ഇംഗ്ലീഷായാലും എന്ത് ഫ്രഞ്ച് ജർമ്മൻ എന്തും ഏത് ഭാഷ ഈ 14 എണ്ണത്തിനുള്ളിലേ വരുള്ളൂ. ഓക്കെ, അതാരെ അംഗീകരിച്ചോ ഇല്ലയോ എന്നുള്ള വിഷയമേ അല്ല, അത് പ്രകൃതിയുടെ വിഷയമാണത്. ആരുടെയും സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. അങ്ങനെ അല്ല എന്ന് പറഞ്ഞിട്ട് അത് അവരുടെ ബിലീഫ് മാത്രമാണ്, അവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. കാരണം മനുഷ്യൻ്റെ നാക്ക് പല്ലിൻ്റെ ഇവിടെ ചുണ്ട് അടച്ചു തുറക്കുമ്പോൾ ഈ മുകളിലത്തെ പല്ലി തട്ടുമ്പോൾ താഴത്തെ പല്ലി തട്ടുമ്പോൾ അടച്ച് പറയുമ്പോൾ റോൾ ചെയ്ത് പറയുമ്പോൾ ഇതൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സ്പാനിഷുകൾ പറഞ്ഞ മാതിരി കൊറസോൺ എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞിട്ട് ബലം കൊടുത്തിട്ട് പറയൽ. ഇങ്ങനെ ഈ സ്പാനിഷ്, ജർമ്മൻ, ബ്രിട്ടീഷ് ഇംഗ്ലീഷ്, അമേരിക്കൻ ഇംഗ്ലീഷ്, നമ്മുടെ തന്നെ ഭാഷകൾ, പഞ്ചാബി വളരെയധികം നീട്ടലും കുറുക്കലുള്ളൊരു ഭാഷയാണ്. ഈ തമിഴ് താളാത്മകമായിട്ടുള്ളൊരു ഭാഷയാണ്. തമിഴിന് അതുകൊണ്ടാണ്, തമിഴ് അത് വലിയൊരു ഏരിയയാണ്. നടരാജനും തമിഴും തമ്മിലുള്ള ബന്ധം ഭയങ്കരമാണ്. കാരണം ഈ ഋതത്തിൻ്റെ കളി മുഴുവൻ കിടക്കുന്നതിലാണ്. അപ്പം ഭാഷയുടെ തന്നെ വലിയൊരു സംഭവം അവിടെ വരുന്നുണ്ട്. പ്രപഞ്ചത്തിൽ സൃഷ്ടി ഉണ്ടാവുന്നത് ശബ്ദമായിട്ടാണ്. അതുകൊണ്ടാണ് സെമറ്റിക് സിസ്റ്റങ്ങളിൽ പോലും ആദിയിൽ വചനം ഉണ്ടായി എന്നാണ് പറയുക, അല്ലേ? അതെ അതെ. നമ്മൾ ഓംകാരം ഉണ്ടായി എന്നാണ് പറയുക. എല്ലാ മന്ത്രവും തുടങ്ങണം ഓം എന്നാ. അതായത് ഓം എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ട് മന്ത്രം പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ അതിന് തൊട്ട് മുമ്പ് ഒരു സൈലൻസ് ഉണ്ട്. നമ്മൾ ആ ഓം ഉച്ചരിക്കണ മുമ്പ് ഒരു സൈലൻസ് ഉണ്ട്. ശരിക്കും ആ സൈലൻസിൽ നിന്ന് ആദ്യം ഓം ഉണ്ടായി, അതിൽ നിന്ന് നാരായണായ ഈ രൂപം ഉണ്ടായി, അല്ലെങ്കിൽ ഗോവിന്ദായ, അല്ലെങ്കിൽ സുബ്രഹ്മണ്യായ, അല്ലെങ്കിൽ ഗണേശായ. അതായത് എപ്പോഴും സൈലൻസ്, പിന്നെ നാദമായിട്ടുള്ള ഓം, അതിൽ നിന്ന് ഇതുണ്ടായി എന്നാണ് എല്ലാം വരണം. വിഷ്ണു സഹസ്രനാമം എടുത്താൽ ഓം വിശ്വം. അപ്പോൾ ഈ നാദം റെപ്രസെൻ്റ് ചെയ്യുന്നത് സൃഷ്ടിയാണ്. സൃഷ്ടിയെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡക്കയാണ്. ഡക്ക സൃഷ്ടിയാണ്. അതുപോലെ മറ്റേ കയ്യിൽ സംഹാര, സ്ഥിതികാല്. ഡക്ക സൃഷ്ടി, സ്ഥിതികാല്, സംഹാരം തീയൽ, കയ്യിലുള്ള തീ. അതെ, കയ്യിലുള്ള തീയാണ്. തീയുടെ വലയം ഊർജത്തിൻ്റെ പരിമിതികളെ സൂചിപ്പിക്കുന്നു. അതായത് ശരിക്കും ഊർജത്തിന് പരിമിതിയില്ല, പക്ഷെ നമുക്കൊരു ലിമിറ്റ് കൊടുത്തേ പറ്റൂ. ടു ഡിഫൈൻ സംതിങ് വി നീഡ് ടു പുട്ട് എ ഫ്രെയിം. ആ ഊർജത്തിൻ്റെ വലയത്തിൻ്റെ ഉള്ളിലാണ് ഈ പ്രപഞ്ചത്തിൻ്റെ നടനം നടക്കുന്നത്. ഓക്കെ. ഈ ഡാൻസ് എന്ന് പറയുന്നത് ഈ താളക്രമത്തിലുള്ള ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ ആ നൃത്തം നടക്കുന്നത് ഈ ഊർജത്തിൻ്റെ അകത്താണ്.
അവിടെ അതിനാണ് ആ വലയം കൊടുത്തിട്ടുള്ളത്, അഗ്നി വലയം കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അഗ്നി എപ്പോഴും ഊർജ്ജത്തിൻ്റെ സ്വഭാവമാണ്. ഇനി 2 കൈകളുണ്ട്. 2 കൈകളിൽ ഈ കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പാലനശക്തിയാണ്. അതായത് ഏതവസ്ഥയിലും മരണം എന്നൊന്നും യഥാർത്ഥത്തിലില്ല, വെറും ട്രാൻസ്ഫോർമേഷൻസ് മാത്രമേ ഉള്ളൂ. ഒരു ഫോമിൽ നിന്ന് അടുത്ത ഫോമിലേക്ക് ആ ഭയം. കാരണം ഭയം ഒന്നേ ഉള്ളൂ ലോകത്തിൽ, അത് മരണഭയമാണ്. ഞാൻ ഇല്ലാണ്ടായി പോവോ, ഞാൻ എൻ്റെ ശരീരമാണെന്ന് വിചാരിക്കുന്നിടത്തോളം കാലം എനിക്ക് ആ ഭയം ഉണ്ടാവും. നേരെ മറിച്ച് ഞാൻ അങ്ങനെ ചിന്തിക്കാത്തിടത്തോളം കാലം എനിക്ക് മറികടന്നു. അപ്പോൾ അഭയം എപ്പോഴും നമ്മൾക്ക് ഓർമ്മിപ്പിക്കുന്ന, തമിഴിലും യാമിരുക്ക ഭയമേ എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും എൻ്റെ താഴെ, അല്ലേ? അപ്പോൾ അഭയം എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മരണഭയമില്ലാത്ത അവസ്ഥ. ദർ ഈസ് നോ നീഡ് ടു വറി അബൌട്ട് ഗെറ്റിംഗ് ഡിസ്ട്രോയ്ഡ് ബിക്കോസ് യു ആർ എറ്റേണൽ ആൻഡ് ദി സൈക്കിൾ ഈസ് എറ്റേണൽ. നമ്മളൊരു ഫ്ലോ ആണ്. ഇത് കഴിഞ്ഞാൽ അടുത്തത്, ഇത് കഴിഞ്ഞാൽ അടുത്തത്, അത് കഴിഞ്ഞാൽ അടുത്തത്, ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. ആ ഫ്ലോവിനെ കാണിക്കുകയാണ്. അതിൻ്റെ ഉറപ്പാണ്, അതിൻ്റെ പ്രോമിസാണ്. ആ പ്രോമിസാണ് അഭയം. ഈ കൈ ഇങ്ങനെ തൂക്കിയിട്ട് ഈ വിരൽ അല്പം നീട്ടിയിട്ടാ ഇങ്ങനെ പോയിൻറ്റിങ്ങാണ്. അത് പറയണത് എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന സൈക്കിളിലൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും ഈ സൈക്കിളിൽ നിന്ന് രക്ഷപ്പെടാനൊരു മാർഗ്ഗമുണ്ട്. ആ സെൽഫ് റിയലൈസേഷൻ കിട്ടിയവൻ ഈ സൈക്കിളിലേക്ക് ഇനി തിരിച്ചു വരില്ല. മോക്ഷത്തെ സൂചിപ്പിക്കണം. അതാണ് ആ തൂക്കി വെച്ചിട്ടുള്ള ഇടത്തെ പാദം. ലെഫ്റ്റ് ലെഗാണ് തൂക്കി വെച്ചിട്ടുള്ളത്. ഇടത് എപ്പോഴും സ്ത്രീയാണ്. നമ്മുടെ മീനിങ്സിൽ എസ്പെഷ്യലി ശിവൻ്റെ ഇടതുവശം ദേവിയാണ്. ഈ ദേവിയുടെ കയ്യിൽ, ഈ ദേവിയുടെ ഭാഗത്താണ് ഈ കാലെടുത്ത് ഉയർത്തി വെച്ചിരിക്കുന്നത്. നമ്മൾ പ്രകൃതിയിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ ഈ ബോഡിയിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ റിയാലിറ്റിയെ നമ്മൾ തിരിച്ചറിഞ്ഞോളണം എന്ന് കാണിക്കുകയാണ്. ഓക്കെ. അതുകൊണ്ടാണ് ഇടത്തെ പാദത്തിലേക്ക് പോയിൻ്റ് ചെയ്ത് കാണിക്കുന്നത്. ലോകത്തിലൊരൊറ്റ സ്ഥലത്ത് മാത്രം ശിവൻ വലത്തെ കാലം ഉയർത്തിയിട്ട് നിൽക്കുന്നുണ്ട്, മധുര ക്ഷേത്രത്തിൽ. അവിടെ വലത്തെ പാദം മാറി ആടിയ ലീലയെന്ന് പറഞ്ഞിട്ട് കഥ തന്നെയുണ്ട്. ഞാൻ ആ ഹാലാസ്യമാറ്റത്തിൽ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. ബാക്കി എല്ലാ സ്ഥലത്തും ലോകത്തിൽ ഇടത്തെ കാലം ഉയർത്തിയിട്ടാണ് നിൽക്കുന്നുണ്ടാവുക. ഇടത്തെ കാല്, അതായത് നമ്മൾ കുറച്ചുകൂടി ഭക്തിയുടെ സെൻസിൽ പറഞ്ഞാൽ ശരണാഗതി എടുക്ക്, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് എന്താണോ കൃഷ്ണൻ പറഞ്ഞത് ഗീതയിൽ, ടു ദ ബെസ്റ്റ് ബട്ട് ഡെഡിക്കേറ്റ് ദ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞല്ലോ, അത് തന്നെയാണ് ആ പാദത്തിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നത്. അവിടെ സമ്പൂർണ്ണ സമർപ്പണമാണ് നമുക്ക് ഈ ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏകമാർഗ്ഗം എന്ന് കാണിച്ചു തരികയാണ്. ഇത്രയും ആക്ടിവിറ്റി നടക്കുന്നുണ്ട്. ഈ ആക്ടിവിറ്റികളുടെയൊക്കെ ഇടയിൽ ഒരു സംഭവമുണ്ട്. ഇതിലൊന്നും മാറാണ്ട് ശരീരം മുഴുവൻ മാറുന്നുണ്ടാവും. കാല ഉയർത്തുന്നു, ചാടുന്നു, മറിയുന്നു, പല വിധത്തിലുള്ള നൃത്തത്തിൻ്റെതായിട്ടുള്ള സകല സംഭവങ്ങളും നടക്കുന്നുണ്ടാവും. ഭഗവാന്റെ മുഖം പരമശാന്തമാണ്. അത് കാണിക്കണം എന്താ വെച്ചാൽ, എന്തൊക്കെ പ്രപഞ്ചത്തിലുണ്ടായാലും ഇന്നർ സൈലൻസാണ് സ്റ്റഡി ആയിട്ടും സ്റ്റെഡ് ഫാസ്റ്റായിട്ടും എന്നും വെക്കേണ്ടത്. ആ ഇന്നർ സൈലൻസിന് ഭയങ്കര ശിവൻ്റെ കണ്ണുകൾ അർദ്ധനിമീലിതാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആ ഉണ്ടാക്കിയിട്ടുള്ള പകുതി അടഞ്ഞ് ആ യോഗിക്കായിട്ടുള്ളൊരു ഫേസ് ആയിരിക്കും. കളിക്കുന്ന ഒരാളുടെ ഫേസേ അല്ല അത്. നൃത്തം ചെയ്യുന്ന ഒരാളെ ഓ എന്നൊക്കെ പറഞ്ഞ കണ്ണൊക്കെ ആയിട്ട്, നമ്മളിപ്പോഴും ശിവനെ ഇവിടെ ഭരതനാട്യംകാരെ അവതരിപ്പിക്കുമ്പോൾ കണ്ണൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് അങ്ങനെയൊക്കെയാണ് ചെയ്യുക. പരമശാന്തതയാണ് നടരാജൻ്റെ മുഖത്ത്. അപ്പോൾ സൈലൻസാണ് ആത്യന്തിക ഭാവം. ഓക്കെ. ഇങ്ങനെ നമുക്കൊരു ബേസിക്കായിട്ട് നമുക്കിത് പറയാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഈ സിമ്പിൾസിൻ്റെയൊക്കെ ഒരു വളരെ എനിക്കൊന്നും പറയാൻ അറിയില്ല. അത്രയും കുറവാണ് പറഞ്ഞിരിക്കണത്. ഒന്നുമില്ല ഒന്നും പറയാൻ. മീൻസ് എന്താ പറയുക, വേർഡ്സ് ഫോൾ ഷോർട്ട് എന്ന് പറയില്ല, നമുക്ക് വാക്കില്ല പറയാൻ. അതുമാത്രം തന്നെ എത്രയോ നേരം. ഇതിനൊക്കെ പുറമെ കഴുത്തിലുള്ള പാമ്പ്, അരയിലുള്ള പാമ്പ്, കൈകളിലുള്ള പാമ്പ്, ഓരോന്നിനും പറയാം. ഭഗവാന്റെ ശരീരത്തിൽ 9 സർപ്പങ്ങളാണ്. നവനാരായണന്മാരെന്ന് പറയുന്ന സർപ്പങ്ങൾ ഭഗവാന്റെ 9 പവേഴ്സാണത്. ആ 9 പവറുകളെ കേന്ദ്രീകരിച്ചിട്ട് നമുക്ക് പറയാനുണ്ട്. അല്പവസ്ത്രമാണ്, അല്പവസ്ത്രമേ ഉള്ളൂ. ശരീരം അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആ പ്രപഞ്ചത്തിലേക്ക് അങ്ങനെ പ്രപഞ്ച ശരീരമായിട്ട് തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെയാണ് നമുക്ക് ഒന്ന് ചുരുക്കി പറയാൻ പറ്റുന്നത്. അതെ അതെ. ഈ മറ്റേ ആദ്യം പറഞ്ഞല്ലോ, ഇതിൻ്റെ ഒരു കഥാരൂപത്തിൽ പറഞ്ഞില്ലേ, ഇതൊരു മറ്റേ ഈയം ഉരുക്കി വെച്ചത്. അപ്പോൾ ഈ ഒരു എൻറ്റയർ ഫോം അതിൻ്റെ കൂടെ ഉണ്ടായതാണോ, അതോ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ ഇതിനെ ഡെവലപ്പ് ചെയ്തെടുത്തതാണോ? അതായത് ശരിക്ക് ഏത് നോളജും ഈശ്വരങ്കിൽ തന്നെയാണ് പുറപ്പെടണം. ഈ നോളജ് ഓൾറെഡി ഉണ്ടായിരുന്നുണ്ടാവാം യൂണിവേഴ്സിൽ, പക്ഷെ അത് മനുഷ്യന് കിട്ടിയത് ഒരു പക്ഷേ ആ ഒരു കഥയിൽ പറയുന്ന ഒരു സന്ദർഭത്തിൽ കൂടി ആയിരിക്കാം. അതൊരു കഥയാണ്.
പക്ഷെ ഞാൻ വേറൊന്നും പറഞ്ഞല്ലോ, ഏതൊരു മഹാത്മാവിൻ്റെ ദർശനം ഒരു രാജാവിൻ്റെയോ ഒരു കൊല്ലൻ്റെയോ ഒരു ശില്പിയുടെ സഹായത്തോട് കൂടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്തു ആവാം, നമുക്കറിയില്ല. ഇതിൻ്റെ ഒരു പഴയ ഒരു ഫോം, ഒരു ഒരു സ്ട്രക്ചർ കണ്ടിട്ടുണ്ടായിരുന്നു. പണ്ടത്തെ ഒരു ഫോട്ടോ ആയിരുന്നു, വളരെ വളരെ ഫീബിൾ, അത് കാണുമ്പോൾ തന്നെ അറിയാം. അതിനകത്ത് ഇത്രയും ഡീറ്റെയിലിംഗ് ഇല്ലായിരുന്നു. അപ്പം അതായിരുന്നു എനിക്കൊരു ഡൗട്ട് വരാൻ തോന്നിയത്. 2 കൈയുള്ള നടരാജനെ കണ്ടിട്ടുണ്ട് ഞാൻ. ഡക്കിയും അഗ്നിയില്ലാതെ, അഭയവും ഈ പോയിൻ്റഡ് അത് മാത്രമായിട്ട് കാലുയർത്തിയിട്ട്. ഓക്കെ ഓക്കെ. എവിടെയോ എനിക്കിപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല, ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. കല്ലിലത് ആ ആ. നമ്മൾ ഈ തൂണിലൊക്കെ കൊത്തിവെച്ചിട്ടുള്ള പോലെ. ഇതെല്ലാം സിംബലൈസ് ചെയ്യുന്നതും ഇതിൻ്റെ ഇത്രയും മീനിങ് ഉള്ളത് കൊണ്ടായിരിക്കും നമ്മളുടെ പണ്ടത്തെ ഋഷിമാർ ഇതിനെ ഒരു യൂണിവേഴ്സൽ. തീർച്ചയായിട്ടും, കാരണം ഇതിനെ ധ്യാനിച്ചാൽ തന്നെ ലൈഫിൻ്റെ മീനിങ് മനസ്സിലാവും. നമ്മൾ എവിടുന്ന് വന്നു, എന്ത് സംഭവിക്കുന്നു, എങ്ങോട്ട് പോകണു, നമ്മുടെ ആത്യന്തികമായിട്ടുള്ള പർപ്പസ് എന്താ, ലൈഫിൻ്റെ എന്താ ലക്ഷ്യം, എത്ര കാര്യങ്ങൾ ഇത് ചിന്തിച്ചാൽ കിട്ടും. ഒക്കെ സ്പൂൺ ഫീഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു റിലീജിയസ് സ്ട്രക്ചർ അല്ലല്ലോ നമ്മുടെ. ചിന്തിക്കണമെന്നുള്ളതാണ് സനാതനധർമ്മത്തിൻ്റെ എല്ലാ പ്രിൻസിപ്പിൾസും. അതിനെ ചുമ്മാ കണ്ണടച്ചിരുട്ടാക്കാൻ എളുപ്പമാണ്, പക്ഷേ ചിന്തിക്കണമെന്നുള്ള അതാണ് അതിൻ്റെ അപകടവും. അതെല്ലാവർക്കും ഉള്ളതല്ല ശരിക്കും നോക്കിയാൽ. ഓക്കെ. അതിൻ്റെ കോർ സാധനം എല്ലാവർക്കും ഉള്ളതല്ല. നമ്മുടെ ശരത്തേട്ടൻ നേരത്തെ മറ്റേ ആദിയിൽ വചനമുണ്ടായി എന്നുള്ള കാര്യം പറഞ്ഞായിരുന്നല്ലോ. അപ്പം നമ്മുടെ ഇവിടെ നാദബ്രഹ്മം പറഞ്ഞ സമയത്ത് നമുക്കൊരു അത് മനസ്സിലാക്കി കൊടുക്കാനും പാണിനി ഒരു ലാംഗ്വേജിൻ്റെ ഒരു ഫൗണ്ടറുമായി, ഒരു വേൾഡിലെ ഫസ്റ്റ് ഒരു സംസ്കൃതം എന്ന് പറഞ്ഞൊരു ഭാഷയും അതിൽ നിന്ന് കൾച്ചറും എല്ലാം ഡെവലപ്പ് ചെയ്യാനുണ്ടായി. അപ്പോൾ ഈ ആദിയിൽ വചനമുണ്ടായി എന്ന് പറയുന്ന സമയത്ത് അത് ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് എന്തെങ്കിലും ഇതേപോലത്തെ എന്തെങ്കിലും ഒരു മാസ്റ്റർ ഉണ്ടായിരുന്നോ, അങ്ങനെ വല്ലതും അറിയാൻ പറ്റുമോ? അറിയില്ല. അപ്പോൾ പാണിനിയാണ് സംസ്കൃതം ഉണ്ടാക്കിയത് ഞാൻ പറയില്ല. പാണിനി അതിനൊരു സ്ട്രക്ചർ കൊണ്ടുവന്നു. അദ്ദേഹത്തിന് ഭാഷയുടെ രഹസ്യം എന്താണെന്ന് അറിയാനാണ് അദ്ദേഹം തപസ് ചെയ്തത്. ഞാൻ ചില പ്രഭാഷണത്തിൽ പറഞ്ഞു, പാണിനിയുടെ യഥാർത്ഥ പേര് ലൗഹണൻ എന്നായിരുന്നു. അദ്ദേഹം തപസ് ചെയ്ത സ്ഥലമാണ് ഇന്നത്തെ പാകിസ്ഥാനിലെ ലാഹോർ. അതാണ് ലാഹോർ എന്ന് പേര് വരാൻ കാരണം. പാണിനിയുടെ ഈ തപസ് നടന്ന സ്ഥലം ലൗഹണപുരം എന്നാണ് സംസ്കൃതത്തിൽ പഴയ പേര് അതിൻ്റെ. അപ്പോൾ അവിടെ അദ്ദേഹം ഭാഷയുടെ സീക്രട്ട് എന്താണെന്ന് അറിയാനാണ് ഈശ്വരനോട് തപസ് ചെയ്ത്. ആ സീക്രട്ട് എന്താണെന്ന് 14 സൂത്രങ്ങളിൽ കൂടെ അവതരിപ്പിച്ചു കൊടുക്കുകയും ചെയ്ത്. അപ്പോൾ പാണിനി അത് ഉപയോഗിച്ചുകൊണ്ട് സംസ്കൃതത്തിൻ്റെ ആദ്യത്തെ ഒരു വ്യാകരണം ഉണ്ടാക്കി. ഒരിക്കലും വ്യാകരണം ഉണ്ടായിട്ടല്ലല്ലോ ഭാഷ വരണം, ഭാഷ ഉണ്ടായിട്ട് അതിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് കണ്ടെത്തുകയാണ് മനുഷ്യൻ. അപ്പോൾ വ്യാകരണം ഉണ്ടാക്കിയിട്ട് വരുന്നത്. പിന്നെ ആത്യന്തികമായിട്ട് ഞാനതാണ് പറഞ്ഞത്, നമ്മളെ ഭാരതീയമായിട്ടുള്ള എല്ലാ തോട്ടുകളുടെയും ഒരു ബ്യൂട്ടി എന്താ വെച്ചാൽ, എൻഡ് ഓഫ് ദി ഡേ എല്ലാ ആർട്ട് ഫോംസും എല്ലാ സ്കൂൾ ഓഫ് തോട്ടും ആധ്യാത്മിക. നിരീശ്വരവാദത്തിൻ്റെ ചാർവാക ദർശനം പോലും സനാതനധർമ്മത്തിൻ്റെ പാർട്ടാണ്. അതെ അതെ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഉദാഹരണത്തിന് കേൾക്കുമ്പോൾ പലർക്കും സർപ്രൈസിങ് ആയിട്ട് തോന്നാം, ഈ താണ്ഡവവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഈ നൃത്തം കണ്ട് നന്ദികേശ്വര സ്വാമി പഠിച്ച് അദ്ദേഹം ഭരതന് പഠിപ്പിച്ച് ദണ്ഡിക്ക് പഠിപ്പിച്ച് അല്ലെങ്കിൽ ഭരതന് പഠിപ്പിച്ചു എന്നൊക്കെ പറയണ ഒരു ഗുരുപരമ്പരയുണ്ട് നമുക്ക്. അത് പല സ്കൂളുകളിൽ പല മാതിരിയാണ്. ആ ഭരത മഹർഷി എഴുതിയതാണ് ഭരതൻ്റെ നാട്യശാസ്ത്രം, പ്രസിദ്ധമായിട്ടുള്ള നാട്യശാസ്ത്രം. നമ്മുടെ വിചാരം അതൊരു ഡാൻസിൻ്റെ ട്രീറ്റൈസ് ആണെന്നാണ്. അത് സൂക്ഷ്മമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിൽ അധ്യാത്മവിദ്യ. നൃത്തം സാക്ഷാത്കാരത്തിനാണതിൽ. എന്ത് സാക്ഷാത്കാരത്തിന്? അവനവൻ്റെ സ്വസ്വരൂപം ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള വൺ ഓഫ് ദി മെത്തേഡ്സാണ് നൃത്തവും. ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള വൺ ഓഫ് ദ മെത്തേഡ്സാണ് സംഗീതം. ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള വൺ ഓഫ് ദ മെത്തേഡാണ് ചിത്രം വര. എവിടെയൊക്കെ ലയനം കിട്ടുന്നുണ്ടോ, നമ്മൾ ചിത്രം വരയ്ക്കുമ്പോൾ മതിമറന്ന് വരയ്ക്കും, പാട്ട് പാടുമ്പോൾ മതിമറന്ന് പാടും, നൃത്തം വയ്ക്കുമ്പോൾ മതിമറന്ന് നൃത്തം വയ്ക്കും. അവിടെ ആ ലയം സംഭവിച്ചാൽ ഇത്രയും വലിയ ആക്ഷനിൽ യു എൻറ്റർ ദ റെലം ഓഫ് സൈലൻസ്. അതും സമാധിയിലേക്കുള്ള വാതിലാണ്, സൈലൻസിലേക്കുള്ള വാതിലാണെന്ന്. ആ സൈലൻസാണ് ഭഗവാന്റെ ഫേസും. അതിൽ ലയിച്ച് നിൽക്കണവൻ്റെ അവസ്ഥയാണത്, അല്ലേ? അപ്പം നാട്യശാസ്ത്രം തന്നെ ആധ്യാത്മികതയിലേക്കുള്ള ഗേറ്റ് വേ ആണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരു മഹാത്മാവ് ആ ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ട് നാട്യശാസ്ത്രത്തിനെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി അത് പബ്ലിഷ് ചെയ്തിട്ടില്ല. അത് പലരുടെയും കണ്ണു തുറപ്പിക്കും. അപ്പോഴാണ് നമ്മൾ ഇന്ന് അതിൻ്റെ പേരിൽ ചെയ്യുന്ന പല കോപ്രായങ്ങളെയും
നമുക്ക് സങ്കടം തോന്നാം. ഞാൻ പറഞ്ഞതിനെ കോപ്രായെന്ന് പോലും വിളിക്കാൻ അർഹതയില്ലാത്ത ചിലർ, നീ എൻ്റെ ശത്രുവാകാൻ പോലും അർഹതയില്ലാത്തവരാണെന്ന് പറഞ്ഞ മാതിരിയാണ് ചില, അതുപോലെ ഉള്ള വിഷയങ്ങളാണ് അതൊക്കെ. അപ്പോൾ ഭാഷയുടെ സ്ട്രക്ചർ മനസ്സിലാക്കാനാണ് പാണിനി തപസ് ചെയ്തത്.